ഇനി നമുക്ക് ഒരു 6 ഗ്രാം ബ്രെഡ് എടുത്ത് വെക്കാം. യൂണിവേഴ്സ് എന്താണ് നമ്മളോട് പറയുന്നതെന്ന് നോക്കാം. യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് ഇതൊക്കെയാണ് എനർജി വന്നിട്ടുള്ളത്. അപ്പം ആദ്യത്തത് 10 ഓഫ് കപ്സ് എന്നാണ്. ഫാമിലിയായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നവരാരൊക്കെയോ ഈ നമ്മുടെ ഈ റീഡിങ് കാണുന്നുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു റീജോയിനിങ് നടക്കാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഫോട്ടോ ത്രൂ എന്തെങ്കിലും ഇതായിട്ട് അവർ സെപ്പറേറ്റ് കഴിയുകയാണെങ്കിൽ ഇപ്പോൾ അവർ ഒരുമിച്ച് കൂടുന്നു എന്നാണ് 10 ഓഫ് പെന്റക്കിളിന്റെ 10 ഓഫ് കപ്പിന്റെ ഈ കാർഡ് നമുക്ക് ഇതിലൂടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആ വിഷമതകളൊക്കെ മാറി തരുന്നത്. 10 എന്ന് പറഞ്ഞ ഒരു കർമ്മ കണ്ടീഷൻ സ്റ്റേജ് കൂടിയാണ്. അപ്പൊ അതിലേക്ക് അവര് തിരിച്ചു വരുന്നു. കുട്ടികളുമൊത്ത് നല്ലൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് നീങ്ങുന്നു എന്നാണ് ഈ ആദ്യത്തെ കാർഡ് പറഞ്ഞു തരുന്നത്. നമുക്ക് യൂണിവേഴ്സ് ആദ്യം അങ്ങനെയാണ് കാണിച്ചു തരുന്നത്. അപ്പൊ റീഡിങ് കാണുന്ന ആരിലൊക്കെ അങ്ങനെ തിരിഞ്ഞു ജീവിക്കുന്നവരുണ്ടെങ്കിൽ ഒരു മാറ്റം സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് ഡെത്ത് ആൻഡ് റീബർത്തിന്റെ കാർഡാണ്. കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നു. ഇപ്പൊ ഒരു ചിത്രശലഭത്തെ പോലെ ഒരു ആദ്യമൊന്നും വലിയ അട്രാക്റ്റീവ് ആയിരിക്കത്തില്ല, പക്ഷെ അതിൽ നിന്ന് ചിത്രശലഭം വെളിയിൽ വരുമ്പോൾ എത്ര വർണ്ണങ്ങളോട് കൂടിയാണ് വരുന്നത്. അതുപോലെ നമ്മൾക്കൊരു ആ പഴയ പൂർവ്വകാലങ്ങളൊക്കെ മറന്ന് നമുക്കൊരു ഡെത്ത് എന്ന കാർഡ് വരുമ്പോൾ ഒരു റീബർത്ത് സംഭവിക്കാൻ പോകുന്നു. അപ്പൊ നമ്മളിലോട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ഒക്കെ വരാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് ഈ കാർഡിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാർഡ് വീൽ ഓഫ് ഫോർച്യൂണിന്റെ കാർഡാണ്. അപ്പം ഒരു കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലാണ് ഈ ബന്ധം പോകുന്നത് എന്നാണ് പറയുന്നത്. കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആകുമ്പോൾ അത്യന്തം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ നമ്മൾ വലയുന്ന ഒരു ടൈമാണ് ഈ 10 നമ്പർ കാർഡിൽ സൂചിപ്പിക്കുന്നത്. അപ്പം ആരോടൊക്കെ യൂണിവേഴ്സിറ്റി പറഞ്ഞു നിങ്ങളുടെ കർമ്മ കംപ്ലീഷൻ സ്റ്റേജ് ആണ്, അതാണ് നിങ്ങളിപ്പോ ഈ പ്രോബ്ലംസിലൊക്കെ ഇത്ര ഇങ്ങനെ ഫേസ് ചെയ്യുന്നത്, അതൊക്കെ മാറി നിങ്ങളിലേക്ക് നല്ലത് വന്നെടുക്കുന്നു, നിങ്ങൾ കർമ്മ കംപ്ലീഷൻ സ്റ്റേജിലാണ് എന്നാണ് യൂണിവേഴ്സ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ എന്ന കാർഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം നാലാമത്തെ കാർഡ് വന്നിരിക്കുന്നത് 5 ഓഫ് വാൺസിന്റെ കാർഡാണ്. 5 ഓഫ് വാൺസിന്റെ കാർഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ കൊണ്ട് തന്നെ നമ്മളെ പല കാര്യങ്ങളും ചെയ്യാൻ മുന്നോട്ടിറങ്ങാൻ നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മുടെ ചിന്തകൾ തന്നെയായിരിക്കും. ആ ചിന്തകളൊക്കെ മാറ്റി നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ, നിങ്ങളിൽ ഒരു മാറ്റം സംഭവിക്കും എന്നാണ് യൂണിവേഴ്സ് പറഞ്ഞിരുന്നത്. എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പൊ ആ ചിന്തകളൊക്കെ മാറ്റി നീ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് നീ മുന്നോട്ട് പോകൂ എന്നാണ് ഈ കാർഡിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ മനസ്സിലൊരു ചിന്തയുണ്ടാവും, നമുക്ക് ഒത്തിരിയധികം എതിരാളികളുണ്ട്, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരു ബാഡ് തിങ്കിങ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോകൂ, നിങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായാലും പ്രശ്നമില്ല, അവരെയൊക്കെ നിങ്ങൾ മാറ്റി നിങ്ങൾ മുൻപോട്ടേക്ക് തന്നെ കുതിക്കും എന്നാണ് ഈ 5 ഓഫ് വാൺസിന്റെ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതിലൂടെ യൂണിവേഴ്സ് പറയുന്നത് നീ നിന്റെ പ്രവൃത്തികൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നീ മുന്നോട്ട് പോകൂ എന്നാണ് പറയുന്നത്. അടുത്തത് 6 ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. 6 ഓഫ് പെന്റക്കിളിന്റെ എനർജി പണം ഒത്തിരിയധികം നമ്മളിലേക്ക് വന്നു ചേരും എന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. 6 ഓഫ് പെന്റക്കിൾ കാർഡ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ പൈസ ഒത്തിരി ദാനം ചെയ്ത് ഓരോരുത്തർക്കൊക്കെ കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പം പൈസ ഇല്ലാത്തവരാന്ന് പറഞ്ഞാലും അവരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന എമൗണ്ട് കൂടി നമ്മളുടെ കയ്യിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇല്ലാത്തവർക്ക് ദാനം ചെയ്യുക. അപ്പൊ 6 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് പറയുന്നത് നീ മറ്റുള്ളവരെയും സഹായിക്കുക എന്നാണ്. നിന്റെ കയ്യിലേക്ക് പണം വരുമ്പോൾ നീ മാത്രം അതിനെ അനുഭവിക്കാതെ നീ കുറച്ചൊക്കെ ഒരു 2000 രൂപ കിട്ടിയ നീ അതിൽ 20 രൂപയ്ക്ക് ഒരു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് എങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ നീ തയ്യാറാകുക എന്നാണ് 6 ഓഫ് പെന്റക്കിളിന്റെ കാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീ ഒത്തിരിയായിട്ടൊന്നും നീ ദാനങ്ങൾ കൊടുക്കണ്ട, പക്ഷെ നീ അതിൽ നിന്നൊരു ചെറിയ വിഹിതം
ദാനം ചെയ്യണമെന്നാണ്. അപ്പൊ ഈ പൈസ കൊടുക്കുന്ന ആർക്കൊക്കെ പൈസ കൊടുക്കാനുള്ള ഒരു ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആർക്കെങ്കിലും പൈസ കൊടുക്കാനാണെങ്കിൽ അവരുടെ നെഗറ്റീവ് എനർജി പിടിച്ചു വെക്കാതെ എളുപ്പം അതിനെ കൊടുത്ത് ക്ലിയർ ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പം ആ മണി ബ്ലോക്കേജ് ശരിക്കും മാറിക്കിട്ടും. അടുത്ത കാർഡ് വരുന്നത് ഏസ് ഓഫ് കപ്പിന്റെ കാർഡ്. സ്നേഹത്തിന്റെ പുതിയ തുടക്കങ്ങൾ എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് ഒരു പുതിയ സ്നേഹം വന്നെടുക്കുന്നതാണ് യൂണിവേഴ്സ് പറയുന്നത്. പഴയതിന് ചിലപ്പോൾ പാസ്റ്റിൽ നമ്മൾ ഇട്ടിട്ട് പോയ ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് വേണ്ടാന്ന് വെച്ചൊരു ബന്ധമായിരിക്കും. ആ വ്യക്തി തിരികെ വരാനോ അല്ലെങ്കിൽ നിങ്ങളിൽ ഒരു പുതിയ ബന്ധം മുന്നോട്ടേക്ക് വരാനോ ചാൻസ് ഉണ്ട് എന്നാണ് ഏസ് ഓഫ് കപ്പിന്റെ കാർഡ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ചിലപ്പം പാസ്റ്റുള്ള റിലേഷൻ നിങ്ങൾക്ക് കൊള്ളത്തില്ല എന്ന് ഫീൽ ആയെങ്കിൽ യൂണിവേഴ്സ് തന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ബന്ധമാണ് നിങ്ങളിലേക്ക് വരുന്നതെന്നാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് ആണ് ആ കപ്പിനെ തരുന്നത്. അപ്പോൾ യൂണിവേഴ്സ് തന്നെ നിനക്ക് നല്ലത് ഏത് അതിനെ നിനക്ക് തരുന്നു എന്നാണ് ഈ ഏസ് ഓഫ് കപ്പിന്റെ എനർജിയിലൂടെ പറയുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് ഒരു വ്യക്തി പുതിയതായിട്ട് വന്നെടുക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെയോ ബന്ധത്തിൽ ഇങ്ങനെ തളർന്ന ഇനിയും നല്ലതൊന്നുമില്ല എന്ന് മുന്നോട്ട് ചിന്തിച്ചിരിക്കുന്ന ആർക്കൊക്കെ ഇത് റെസനേറ്റ് ആവുന്നുണ്ട് ഇത് കഴിഞ്ഞ്. അപ്പോൾ നിങ്ങളിലേക്ക് പുതിയ സ്നേഹം വന്നെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലത് എന്താണോ അതേ മാത്രമേ യൂണിവേഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ അനുവദിക്കത്തുള്ളൂ. അല്ലാത്തൊക്കെ നമുക്ക് അപ്പൊ തന്നെ അത് സെപ്പറേറ്റ് ആയി പോകും. ജീവിതത്തിൽ നിന്ന് ആരെങ്കിലും പിരിഞ്ഞു പോയെന്ന് കരുതി നമ്മൾ ദുഃഖിച്ച് അവരുടെ പുറകിൽ പോയി അവരെ വീണ്ടും വീണ്ടും നമ്മൾ നമ്മുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് കഷ്ടങ്ങൾ കൂടുകയുള്ളൂ. അതുകൊണ്ട് പോയവർ പോയ വഴിക്ക് തന്നെ പൊക്കോട്ടെ. നമ്മളൊന്നും അവരെ പറയാതിരുന്നാൽ മതി. സൈലന്റ് ആയി ഇരിക്കുക, അത്രേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ആ ഒരു പ്രവൃത്തി യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് മികച്ചു കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആയിട്ടാണ് ഏസ് ഓഫ് കപ്പിന്റെ കാർഡ് പറയുന്നത്. അപ്പൊ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കൂടുതലും പോസിറ്റീവ് കാർഡുകളാണ് വന്നത്. ഈ 5 ഓഫ് വാൻഡ്സിന്റെ കാർഡ് മാത്രമേ ഉള്ളൂ നെഗറ്റീവ് കാർഡായിട്ട് വന്നത്. ഒരു ഇച്ചിരി തിങ്കിങ് ഡിഫറൻസ് ഉള്ള കാർഡായിട്ട് വന്നത്. ബാക്കി എല്ലാ കാർഡും നല്ല കാർഡാണ് വന്നത്. അപ്പോൾ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. കുറച്ച് പേർക്കൊക്കെ റെസനേറ്റ് ആവും. ഇല്ലാത്ത റെസനേറ്റ് ആവാത്തവർ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കിയാൽ അവരുടെ കാര്യങ്ങൾ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ താങ്ക് യു.